ഹലോ ഗൈസ്, ഇതെന്താ പരിപാടി എന്നറിയാമോ? നാളെ കൊറിയർ അയക്കുന്നതിന് മുമ്പ് നമ്മൾ ഫിഷസിനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി പിടിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ കാണുന്നത്. നമ്മുടെ കയ്യിലുള്ള ഫിഷസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് നമുക്ക് തോന്നുന്ന ഫിഷസിനെ മാത്രമാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത്. അതിനു മുമ്പ് ആദ്യം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫിഷസിനെ കണ്ടീഷനിങ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ്. അതാണ് നമ്മൾക്ക് ഫിഷിനെ കൊറിയർ ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ കണ്ടീഷനിങ് ആണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അയക്കുന്ന ഫിഷസ് നമുക്ക് ലൈവായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നമുക്ക് പ്രോപ്പറായിട്ട് എത്തിച്ചേരത്തുള്ളൂ. നമ്മൾ ഒരുപാട് ലോങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിലും കൊറിയർ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇതിന് ചെറിയ ചെറിയ ദിവസങ്ങളുടെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടീഷൻ ചെയ്തില്ലെങ്കിൽ ഫിഷ് അവരുടെ കയ്യിൽ സേഫായിട്ട് എത്തണമെന്ന് ഒരു ഉറപ്പുമില്ല. പൊതുവേ നമ്മുടെ ഫാമിൽ നിന്ന് ഗപ്പീസിനെ ആയാലും സീബ്രാസിനെ ആയാലും കൊറിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സിംഗിൾ പാക്കറ്റ് തന്നെയായിരിക്കും കൊറിയർ ചെയ്യുന്നത്. കാരണം അത്രയും നേരം ഫിഷ് ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് സേഫായിട്ടിരിക്കാനും ഇവർക്ക് ഓവർ സ്ട്രെസ് ആയിട്ട് ഇപ്പം നമ്മളൊരു മെയിലും ഫീമെയിലും ഒരുമിച്ച് അയക്കുകയാണെങ്കിൽ അവർ തങ്ങളിൽ ഫൈറ്റ് ചെയ്ത് മെയിൽസിനെ കൊല്ലാനോ അല്ലെങ്കിൽ ഫീമെയിൽസിന് ഡാമേജ് ഉണ്ടാവാനോ ഉള്ള ഇഷ്യൂസ് ഉണ്ടാവും. സോ നമ്മൾ കൊറിയർ അയക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഫിഷസിനെയും സിംഗിളായിട്ട് മാത്രമായിരിക്കും നമ്മൾ കൊറിയർ അയക്കുന്നത്. സോ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഫിഷിനെ കൊറിയർ അയച്ച് വാങ്ങിക്കഴിഞ്ഞാൽ സേഫായിട്ട് കൈ വരുമോ എന്നുള്ളൊരു കാര്യം. സോ നമ്മൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്, ഈ കേരളത്തിൽ എവിടെ ഫിഷിനെ അയച്ചാലും നമ്മൾ സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചെന്നിരിക്കും. അത് 100% ഉറപ്പാണ് നമ്മൾ പറയുന്നത്. അതാണ് നമ്മുടെ ഫാമിൽ നിന്ന് നമുക്ക് തരാനുള്ള ഒരേ ഒരു ഗ്യാരണ്ടി.